ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. യേശു കർത്താവിനെ അവർ കയ്യഫാസിൻ്റെ മുൻപിൽ ഹാജരാക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 65 വരെയുള്ള വാക്യങ്ങളിൽ അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു. പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരകവേ അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന് നേരെ സാക്ഷ്യമന്വേഷിച്ചു. കണ്ടില്ല താൻ. അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ ആലയം മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞു. ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. 62-ാം വാക്യത്തിൽ, ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചുകൊണ്ട് കൈയേറ്റു. ഇത് ഭയങ്കരമാണ് ഈ സീൻ. ഈ 65 വരെയുള്ള വാക്യങ്ങൾ കയ്യഫാവിന് സാക്ഷികളെ കിട്ടാതെ വളരെ ബുദ്ധിയോടൊരു ചോദ്യം ചോദിച്ചു. ദൈവത്തെപ്പറ്റി ചോദിച്ചാൽ ഇവൻ്റെ ആശയമെന്ന് കൃത്യമായ മറുപടി കൊടുത്തു. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ദൈവമാണ്. എനിക്ക് നിങ്ങൾക്കും ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറയുവാൻ തൻ്റെ ഇടമുണ്ടോ? കണ്ണ് കെട്ടിയിട്ട് മുഖം മൂടി മുഷ്ടി ഉരുട്ടി ഇടിച്ചേ ചോദിച്ചു, നീ വലിയ പ്രവാചകനല്ലേ എന്ന് പ്രവചിച്ച് നിന്നെ ഇടിച്ചത് ആരാണ്? അതൊക്കെ ഉണ്ടാകും. കൂടെ നിന്ന് പത്രോസ് തീ കായാൻ പോയി. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഘോഷിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, കയ്യഫാവിൻ്റെ മുൻപിൽ ശക്തിയോടെ സുവിശേഷം പറഞ്ഞ യേശുവിനെ ആ ഒരു മനോഭാവം ഞങ്ങൾക്കും ഉണ്ടാകണമേ. ഏത് പ്രതികൂലങ്ങളിലും യേശുവിനെ ഉയർത്തുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി ഈ സമയത്ത് തന്നെ പ്രവഹിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന നിൻ്റെ മക്കൾക്ക് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.